ഹലോ ഹായ് നമസ്തേ നമസ്കാരം. കാക്കോത്തിലെ ചിരിവീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നൊരു പുതിയ വീഡിയോ ആയിട്ടാണ് വന്നേക്കുന്നത്. എല്ലാവർക്കും സുഖമാണോ? നിങ്ങളുടെ നാട്ടിലൊക്കെ നല്ല മഴയുണ്ടോ? എല്ലാവരും ശ്രദ്ധിക്കണം കേട്ടോ, മഴക്കാലല്ലേ. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് ചക്ക നല്ല നല്ല പഴുപ്പല്ല, ഒരു ഇടത്തരം പഴുത്ത വരിക്കച്ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഇത് വെച്ചിട്ട് ഒരു 4 മണി പലഹാരം ഉണ്ടാക്കാം. ആദ്യം ഇത് ഒന്ന് വെട്ടിയെടുക്കട്ടെ. ചക്കയല്ലേ, എണ്ണ തൂത്തിട്ടില്ലെങ്കിലേ കത്തിയിലൊക്കെ എണ്ണ ഉണ്ടാക്കണം. പിന്നെ അത് പിന്നീട് പ്രശ്നമാണ്. അപ്പോൾ ചക്ക വെട്ടാം. പഴുത്തതായതുകൊണ്ട് പെട്ടെന്ന് കിട്ടും. നല്ല പഴുപ്പില്ല. ഞാൻ വിചാരിച്ച ഡിഷ് ഉണ്ടാക്കാൻ പറ്റിയ പഴുപ്പാണ്. ഓക്കെ, വരിക്കച്ചക്ക കേട്ടോ, വരിക്കച്ചക്ക. കണ്ണൂരിൽ എങ്ങനെയാ പറയാ? ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിൽ നിന്ന് ഓരോന്നോരോന്നായിട്ട് എടുത്തു മാറ്റാം. പെട്ടെന്നൊന്നും കിട്ടത്തില്ല കേട്ടോ, ഇച്ചിരി ഗുസ്തിയൊക്കെ കൂടണം. ഗുസ്തി പിടിക്കേണ്ടി വരും. ഞാൻ മുൻപ് ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ ഇതുപോലത്തെ ചക്ക എങ്ങനെ ഇതുപോലെ എടുത്തിട്ട് കഴിക്കണ വീഡിയോ ആണ് കേട്ടോ. ഓക്കെ, ദാറ്റ്സ് ഓൺലി ചക്ക ഈറ്റിംഗ് വീഡിയോ. ദിസ് ഈസ് ഡിഫറെൻറ്റ് വീഡിയോ. ഓക്കെ, ഇതൊരു സ്പെഷ്യൽ ഡിഷ് ഉണ്ടാക്കുന്നതാണ്. അപ്പോൾ അമ്മച്ചി ഇച്ചിരി പണിയുണ്ട് കേട്ടോ. ക്യാമറയുടെ പൊസിഷൻ ഒന്ന് ഇത്തിരി മാറിയെന്നൊരു സംശയമുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇതുപോലെ സെറ്റാക്കണം. ഇനി ഇത്രയും ചക്കയുണ്ട്, ഇതിൻ്റെ എല്ലാം ഇതുപോലെ എടുത്ത് മാറ്റി വെക്കണം. പെട്ടെന്നൊന്നും കിട്ടത്തില്ല. ചില ആളുകൾക്ക് ഇതൊക്കെ പെട്ടെന്ന് പറ്റും കേട്ടോ. ഓക്കെ, ഞാനിത് ഈ പ്രാവശ്യം ഫസ്റ്റ് ടൈമാണ് ഇത്രയും അധികം ചക്ക കിട്ടിയിരിക്കുന്നത്, പഴുത്ത ചക്കയാണ്. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതുപോലെ നമ്മളിനി എടുത്ത് വെക്കണം. എന്നിട്ടാണ് അടുത്ത പ്രോസസ്സിങ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഇനിയൊക്കെ എടുത്ത് വെക്കട്ടെ കേട്ടോ. ചക്കയൊക്കെ നമ്മൾ ഇതുപോലെ ആക്കി വെച്ചിട്ടുണ്ട്. ഇനി ഇത് ഞാൻ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ഡിഷിന് വേണ്ടുന്ന രൂപത്തിൽ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. ഓക്കെ, ഞാനിവിടുന്ന് കട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് ഇങ്ങനെ എടുത്തിട്ടേ ഓക്കെ, ഇപ്പം ഇത് നീളത്തിലല്ലേ ഉള്ളത്, അതിനൊന്ന് കട്ട് ചെയ്ത് എടുക്കണം. ചക്ക ഇച്ചിരി പണിയുണ്ടേ, ഇതൊക്കെ എടുത്ത് സെറ്റാക്കാൻ. പക്ഷേ എല്ലാവരും ഇങ്ങനെയൊന്നും പറയത്തില്ല കേട്ടോ. ഞാൻ എന്താ പറയുക, എനിക്കിച്ചിരി തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്കിത് മുഴുവനും ഈ ഷേപ്പിലാക്കണം. ഈ ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കട്ട് ചെയ്തത് ഒക്കെ കുറവേ ഉള്ളൂ. നിങ്ങൾക്ക് നേരത്തെ കണ്ടത് കൂടുതലുണ്ടായില്ലേ, അതെന്താണെന്നോ, പഴുത്ത ചക്കയല്ലേ. കട്ട് ചെയ്യുന്നതിന് 2 കഷ്ണം കഴിക്കും. ഇനി അടുത്ത പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ ഇത് ഓക്കെയായി. ഇനി നമുക്ക് ചെയ്യാനുള്ളത് അരി വറക്കാനുണ്ട്. ഓക്കെ, അപ്പം ഞാൻ കുറച്ച് അരി എടുത്തിട്ടുണ്ട്. ഇത് നമുക്ക് വറുത്തെടുക്കണം. ഇതൊന്ന് ചൂടാക്കി വറക്കുന്ന നമുക്കറിയാലോ. അപ്പോൾ അരി ഒന്ന് വറുത്തെടുക്കണം. വറുത്തെടുത്ത് പൊടിക്കണം. അപ്പം ഞാനിതൊന്ന് വറക്കാൻ നോക്കട്ടെ.
പാൻ വെച്ചു, ചൂടാട്ടെ. ചക്ക അങ്ങനെയാണ്. ചക്ക നമ്മുടെ ഒരാവശ്യത്തിന് വേണ്ടിയിട്ട് എടുത്തു കഴിഞ്ഞാൽ അതൊക്കെ കട്ട് ചെയ്ത് ക്ലീനാക്കി വരുമ്പോഴേക്കും ഭാഗത്തിലേക്ക് നമ്മളെ വയറ്റിലേക്ക് എത്തും. അത് പിന്നെ നോർമലാണല്ലോ. അപ്പോൾ പാനിലൊന്ന് ചൂടാവട്ടെ. പാനിൽ ചൂടായിട്ടിട്ട് നമുക്ക് അരിയിടാം. ഇപ്പം നല്ലോണം വറുത്തെടുക്കണം. കുറച്ചേ ഇട്ടുള്ളൂ. ഞാനിപ്പോൾ ആ ചക്ക അത്രയല്ലേ ഉള്ളൂ, അപ്പോൾ അതിന് കണക്കായിട്ടാണ് ഇട്ടേക്കുന്നത്. അപ്പോൾ നമുക്ക് നല്ലോണം ഒന്ന് വറുത്തെടുക്കണം. പുഴുങ്ങനരിയല്ലേ അറിയാലോ, പുഴുങ്ങനരി എന്ന് പറയില്ലേ, അതാണ് വറുക്കാൻ. ഇതെല്ലാവർക്കും അറിയുന്ന കാര്യമാണല്ലോ. അപ്പോൾ ഇതൊരു 5 മിനിറ്റിലധികം സമയം എടുക്കും. ഇതൊന്ന് വറുത്തെടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം. ഓക്കെ. അപ്പോൾ അരി ഇതാ ചടപടാന്ന് പറഞ്ഞിട്ട് സൗണ്ട് വരുന്നുണ്ട്. അപ്പോൾ ഏകദേശം പൊരിഞ്ഞ് വരാനായിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഓഫ് ചെയ്ത് വെക്കാം. ഞാനേ ആദ്യം ഇച്ചിരി ഫ്ലെയിം കൂടുതൽ വെച്ചതുകൊണ്ടേ ഇത്തിരി പ്രശ്നം വന്നു. കിടകിടന്നിട്ട് ശബ്ദം കേൾക്കുന്നില്ലേ? യെസ്. ഇനി ഓഫ് ചെയ്തിട്ട് അതൊന്നും കറക്റ്റ് ആവട്ടെ. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇനി ഇതിന് നമുക്ക് പൊടിച്ചെടുക്കണം. നല്ല രീതിയിൽ പൊടിച്ചെടുക്കണം. അപ്പം നമ്മൾ അരി പൊടിച്ചിട്ടുണ്ട് കേട്ടോ. അരി പൊടിച്ചെടുത്തിട്ടുണ്ട്. നല്ല ഇതിൽ പൊടിച്ചിട്ടുണ്ട്. ഇനി പാനിൽ വെച്ചു. ഇനി ശർക്കരയില്ലേ, ശർക്കര വെല്ലം എന്ന് പറയും, അത് ഉരുകാൻ വെക്കണം, മെൽറ്റാൻ വെക്കണം. ഓക്കെ. ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് അതിട്ടിട്ട് ഒന്ന് അത് സെറ്റായിട്ട് വരണം. എന്നിട്ട് വേണം അടുത്ത പരിപാടി, അടുത്ത സ്റ്റെപ്പ്. ഓക്കെ. അപ്പോൾ പാനിൽ ശകലം വെള്ളം ഒഴിക്കുന്നുണ്ട്. കുറച്ച് വെള്ളമേ വേണ്ടു. കാരണം എന്താണോ, ഈ ചക്ക മഴയത്ത് മീൻസ് മഴക്കാലത്തെ ചക്കയാണ്. അപ്പോൾ മഴ കുറേ കൊണ്ട്, അപ്പോൾ ഈ ചക്കേന് ഓൾറെഡി വെള്ളം ഉണ്ടാകും. അപ്പോൾ നമ്മൾ കൂടുതൽ വെള്ളം ഒഴിച്ചാൽ പിന്നെ അതൊക്കെ കൂടി ഒരു പരുവാകും. നല്ല നല്ല എന്താ പറയുക, സെപ്പറേറ്റ് ആയിട്ട് എടുക്കാൻ പറ്റണം നല്ല രീതിയിൽ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഇതിൽ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. നമുക്ക് ശർക്കര ഇടാം. ഓക്കെ. ശർക്കരയൊക്കെ ഞാനില്ലേ ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. ഓക്കെ. ഇടിച്ചൊരു പരുവാക്കിയിട്ടുണ്ട്. കാരണം ഇല്ലെങ്കിലേ അത് ഇത്രയും സമയം എടുക്കും. അപ്പം ഞാൻ കരുതി ഇതൊന്ന് ഇടിച്ച് പരുവാക്കി വെക്കാം. പിന്നെ ശർക്കര ഇടുന്നത് ഓരോരുടെ മധുരത്തിൻ്റെ രീതിയാണ്. ഞാൻ ഈ കറക്റ്റ് ഏകദേശം ഒരു ഉണ്ടാവില്ല. ചക്കക്ക് ഓൾറെഡി മധുരമുണ്ട്. അപ്പോൾ നമ്മൾ കൂടുതൽ ശർക്കര ഇട്ടാൽ ചക്കയുടെ ആ ടേസ്റ്റിന് ഒരു മാറ്റം വരും. അപ്പോൾ അത് പാടില്ല. അപ്പോൾ ശർക്കര ഒന്ന് ഉരുകിട്ട് സെറ്റായിട്ട് വരട്ടെ. ശർക്കര സെറ്റായിട്ട് വരുമ്പോഴേ പെട്ടെന്നാകും. കാരണം എന്താണ്, ഞാൻ പറഞ്ഞില്ലേ, ഞാനൊന്ന് ഇടിച്ചത് കൊണ്ടേ ഉണ്ടാകും, പെട്ടെന്നാകും. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇതിൻ്റെ അകത്ത് ചക്ക ഇടണം. നമ്മൾ കട്ട് ചെയ്തിട്ട് ചക്ക ഉണ്ടല്ലോ, അതിടണം. ശർക്കര പെട്ടെന്ന് സെറ്റായി കേട്ടോ. ശർക്കര പെട്ടെന്ന് സെറ്റായിട്ടുണ്ട്. കാരണം എന്താ, ഞാനതിന് ഇടിച്ചല്ലോ, അതിനൊരു പരുവാക്കിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഈ കട്ട് ചെയ്തിട്ട് ചക്കച്ചോളി ഉണ്ടല്ലോ, കുറച്ചും കൂടി ചെറുതാക്കണം. ഞാൻ ഇത്തിരി വലുതാക്കിയിട്ടാണ് കട്ട് ചെയ്തേക്കണം. ഓക്കെ. നമുക്ക് ഇത് ഇതിലിടാം. ഓക്കെ. അപ്പോൾ നമ്മൾ അതിൽ ചക്കൻ്റെ ചോള ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്നൊരു കുറച്ച് സമയം ഒന്ന് സെറ്റാവണം. ഓക്കെ. ഇതൊന്നൊന്ന് കുറച്ച് സമയം സെറ്റാവും. അപ്പോൾ ചക്ക ചെറുങ്ങനൊന്ന് സെറ്റായി വരുന്നുണ്ട്. അപ്പോൾ ഇച്ചിരി ശകലം തേങ്ങ ഇടാം.
ചിരണ്ടി വെച്ച ചെറിയ തേങ്ങ ഉണ്ടല്ലോ, അത് നമുക്കൊന്ന് കുറച്ച് ഇതിലിടാം. കുറച്ചെന്ന് ഞാൻ പറയുന്നതാണ് കേട്ടോ. നമുക്ക് ഇതിന് ഏകദേശം ഒരു ഉണ്ടാവില്ല, ആവശ്യത്തിന് വേണ്ടുന്ന തേങ്ങ ഇടാം. ഇനി നമുക്ക് ഇതൊരു 5 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കാം. സിമ്മിൽ വെക്കണം കേട്ടോ, കൂടുതൽ ആവാൻ പാടില്ല. അപ്പം നമുക്കിതൊന്ന് ഇളക്കി വെച്ചിട്ട് ചക്കൊക്കെ മധുരമൊക്കെ ഇതൊന്ന് സെറ്റാവട്ടെ, കുറച്ച് സമയം സെറ്റാവട്ടെ. അത് കഴിഞ്ഞിട്ട് ഇനി അടുത്ത പ്രോസസ്സിങ് മീൻസ് അടുത്തത് അരിപ്പൊടി ഇടണം. ഇനി ഇതൊന്ന് കുറച്ച് സമയം സെറ്റാവട്ടെ. എന്നിട്ട് ഇതിലുള്ള വെള്ളം കണ്ടില്ലേ, ഇതല്ലേ വെള്ളം ഉണ്ട്. വെള്ളം ഒന്ന് പകുതി കണ്ടിട്ട് വറ്റി തീരണം. ഓക്കെ, അങ്ങനെ ഇവിടെ അപ്പോൾ നമ്മുടെ ചക്കയിലെ ഇല്ലേ വെള്ളം കണ്ടില്ലോ, ഏകദേശം വറ്റി. ഇനി നമുക്ക് ഇതിലേക്ക് അരിപ്പൊടി ഇടാം. കുറച്ച് കുറച്ചായിട്ട് ഇട്ടിട്ട് ഒന്ന് ഇളക്കി എടുക്കാം. സിമ്മ് ഒന്ന് കുറച്ച് ഫ്ലെയിം ഒന്ന് കുറച്ചതാട്ടോ. ഓക്കെ, ഇത് കണ്ടില്ലേ, ഇങ്ങനെയാണ് ഉള്ളത്. ഇനി ഇപ്പോൾ ഇത് ഓക്കെ ആയി. ഓക്കെ, ഫിനിഷായി. ഇനി നമുക്ക് ഇതിനകത്ത് എന്ത് വേണം, കുറച്ച് ഏലക്കാപ്പൊടി, അതൊന്ന് ഒരു വേണം. അത് ഇത്തിരി പൊടിച്ചിട്ട് ഇടുക. അപ്പോൾ അങ്ങനെ നമ്മുടെ പഴുത്ത ചക്ക, വരിക്കച്ചക്ക വെച്ചിട്ടുള്ള ഒരു അടിപൊളി സ്നാക്ക് ഇവിടെ തയ്യാറായി. ഇനി 5 മിനിറ്റ് ഒന്ന് അവിടെ നിൽക്കട്ടെ. എന്നിട്ട് ഇത് നമുക്ക് നോക്കിയിട്ട് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയുണ്ട് നമുക്ക് കാണണ്ട. ഓക്കെ, ഇവിടെ നമ്മുടെ ചക്കയുടെ ഡിഷ് തയ്യാറായിട്ടുണ്ട്. ഓക്കെ, ശകലം ചൂടുണ്ട് കേട്ടോ, ഇപ്പം ആയതല്ലോ. ചക്കയുടെ മധുരം തന്നെ ഉണ്ടല്ലോ, അപ്പോൾ ശർക്കരയും കൂടി അപ്പോൾ അടിപൊളിയായി. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. നിങ്ങൾ ഇതുപോലെ ആക്കലുണ്ടോ, നിങ്ങൾ എങ്ങനെയാണ് എന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. നിങ്ങൾ ഇതുപോലെയാണ് ചെയ്യാറ്? ഓക്കെ, ഇതുപോലെ ചെയ്യാറുണ്ടോ? അപ്പോൾ ഐ ആം ദീപ കെ കക്കോർ ഫ്രം കണ്ണൂർ. അപ്പോൾ ഇനി അടുത്തൊരു നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു, നമസ്തേ, നമസ്കാരം.